ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദുബായ് മാർത്തോമ ഇടവകയുടെ ഗായക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഷാലോം TV പ്രേക്ഷകരായി ലോകമെമ്പാടും ശ്രദ്ധിക്കുന്ന പുറപ്പാട് എപ്പിസോഡിലേക്ക് കർത്താവിൻ്റെ നാമത്തിലുള്ള സ്വാഗതവും നന്ദിയും സ്നേഹവും ആദ്യമായി അറിയിക്കട്ടെ. വളരെ പ്രതീക്ഷയോടെ ആരംഭിച്ച ഒരു വർഷത്തിൻ്റെ അവസാന മാസം, അതിൻ്റെ അവസാന നാളുകളിലേക്ക് നാം ദൈവകൃപയാൽ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത ക്രിസ്മസ് നാളുകളായി ഓർക്കുകയും ഗാനങ്ങളിലൂടെയും വ്യത്യസ്തമായ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിലൂടെയും കർത്താവിൻ്റെ തിരുജനനത്തെ വിളിച്ചറിയിക്കുന്നതായ കാലങ്ങളാണ്. അതുകൊണ്ട് തന്നെ മനോഹരമായ ഗാനങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെയും നിറപ്പുകിട്ടാർന്ന നക്ഷത്ര വിളക്കുകൾ, വ്യത്യസ്തമായ ഇടങ്ങളിലെ സഭകളുടെ ഒരുമിച്ചുള്ള ക്രമീകരണങ്ങൾ, ഇവയിലെല്ലാം തികച്ചും സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തിലേക്കുള്ള ഒരു സ്വാഗതവും യാത്രയുമാണ് ഈ നാളുകളിൽ നമുക്ക് ലഭിക്കുന്നത്. ഒരുമിച്ച് ലോകരക്ഷകനായി പിറന്ന കർത്താവിൻ്റെ തിരുജനനത്തെ വിളിച്ചറിയിക്കുന്നതിന് നമ്മൾ ഒരുങ്ങുന്നതായ കാലങ്ങൾ. എന്തിനാണ് കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യ രൂപത്തിൽ ജന്മം എടുത്തത്? ഇതെല്ലാ കാലത്തുമുള്ള ഒരു ചോദ്യമാണ്. പാപത്തിൽ വീണുപോയ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനായി തീർന്നു എന്നുള്ളത് ഒരിക്കലും നിസ്സാരമായ ഒരു സംഗതിയല്ല. തീർച്ചയായും എല്ലാ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതും ശ്രദ്ധിക്കപ്പെടേണ്ടതും ആയ ഒരു വലിയ സത്യമാണ്. വിശുദ്ധ ആരാധനകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ നിൻ്റെ ഏറ്റവും ചെറുതും നിസ്സാരമെന്ന് തോന്നുന്ന ഈ ജീവിതത്തിൽ ദൈവിക കൃപകളെ അനവധിയായി നൽകിയ ദൈവസ്നേഹം. നിശ്ചയമായും ഓരോ ഗാനങ്ങളും വചനകേൾവിയും ഏറ്റവും ഹീനമായതിനെ സ്വർഗീയമാക്കുവാൻ ദൈവം ഹീനമായതിനെ തിരഞ്ഞെടുത്തു എന്നുള്ള വലിയൊരു സത്യമാണ് ക്രിസ്മസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ധാരാളം ആളുകളെ കർത്താവ് ഈ വലിയ സംരംഭത്തിനായി, ഈ വലിയ ശുശ്രൂഷകൾക്കായി, ഈ വലിയ മഹത്വകരമായ സാധ്യതകൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. കേവലം നിസ്സാരമെന്ന് തോന്നുന്ന ആളുകളെയാണ്, ഇടങ്ങളെയാണ്, സാധ്യതകളെയാണ് ദൈവം മഹത്വകരമായ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലോകത്തിന് അത്ഭുത വിഷയമാക്കി തീർത്തത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വിശുദ്ധ കന്യകമറിയം വെറും തച്ച പണിയുടെ തലങ്ങളിൽ കഠിനമായി അധ്വാനിച്ച ഭവന പാരമ്പര്യമുള്ള ഇടങ്ങളിൽ നിന്ന് ഒരു ജൗസേഫ്, ജീവിതത്തിൻ്റെ വേദനകൾ സഹിച്ച സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ ഭവനാന്തരീക്ഷം, ഇങ്ങനെ ധാരാളം ആളുകളെ മഹത്വകരമായ ഈ ശുശ്രൂഷയ്ക്ക് വഴിവിളക്കായി തീരുന്നതിന്, പ്രകാശമായി തീരുന്നതിന് കർത്താവ് ഉടയതമ്പരാൻ ക്ഷണിച്ചിരിക്കുന്നു, നിയോഗിച്ചിരിക്കുന്നു, ഉപയോഗിച്ചിരിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ നന്മകളാണ്, സാധ്യതകളാണ് ലോകത്തിനിന്നും ഒരു അത്ഭുത വിഷയമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനം
ലോകത്തിൻ്റെ മുഴുവൻ നന്മകളുടെയും സന്തോഷങ്ങളുടെയും അനുഭവങ്ങളായി തീരേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഓരോ വർഷവും നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങളായി മാറ്റുകയല്ല. ക്രിസ്മസ് മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ പരിധികളെയും പരിമിതികളെയും അല്ലെങ്കിൽ പരിമിതപ്പെടുവാനുള്ള ആ വലിയ സ്വഭാവശ്രേഷ്ഠതയും മഹത്വകരമായ ആ ദർശനത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിനൊരു അത്ഭുത വിഷയമായി തീരുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായ നാളുകളാണ്. ഓരോരുത്തരും തന്നോട് തന്നെ ചോദിക്കണം, എന്തിനാണ് ഈ വിധത്തിൽ ദൈവം ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു വഴി തിരഞ്ഞെടുത്തത്? നിശ്ചയമായും നാം നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ അത് നമ്മളുടെ സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കും വീണ്ടെടുപ്പിനും പ്രത്യാശയ്ക്കും ഉയർത്തെഴുന്നേൽപ്പിനും ഒക്കെയായി രൂപപ്പെട്ടതിനെക്കുറിച്ച് ക്രിസ്തീയ ചരിത്രങ്ങൾ തന്നെ അത് തെളിയിച്ച് വരികയാണ്. അതുകൊണ്ട് 2017 ഈ ഗാന ശുശ്രൂഷ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ മഹത്വകരമായ ശുശ്രൂഷയിൽ അനേകരെ ശക്തീകരിച്ച ദൈവം നമ്മയും ശക്തീകരിക്കുന്നതിന് വേണ്ടി നാം വിനയപ്പെടേണ്ടിയിരിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 19, 20 തുടർന്നുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചുവെന്നും, തുടർന്നുള്ള വാക്യങ്ങളിലൊക്കെ ജോസഫ് ദൈവത്തിൻ്റെ നിയോഗത്തെ വളരെ സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചും നാം വായിക്കുവാനിടയാകുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഈ സമൂഹത്തോട്, ലോകത്തോട്, കുടുംബങ്ങളോട്, വ്യക്തികളോട് ഒക്കെയുള്ള ദൈവിക മനസ്സും ദൈവത്തിൻ്റെ ഉദ്ദേശ്യങ്ങളും സഫലമാക്കുവാനുള്ള ഒരു തീർച്ചപ്പെടുത്തലുകളുടെ കാലങ്ങളാണ്. സ്വയം പരിമിതപ്പെട്ട ദൈവത്തിൻ്റെ ദർശനവും വിധേയത്വവും നമ്മളുടെ ജീവിതത്തിൽ വിശുദ്ധ കന്യകമറിയത്തെ പോലെ തലകുനിച്ച് സ്വീകരിക്കുന്നതിലൂടെ, യൗസേപ്പ് പിതാവിനെ പോലെ വളരെ തന്മയത്വത്തോടെ ഉൾക്കൊള്ളുന്നതിലൂടെ, സക്കറിയ എലിസബത്ത് ദമ്പതികൾ സ്വമനസ ആ വലിയ ധൈര്യപൂർവ്വം വാഗ്ദത്തം ഏറ്റെടുക്കുന്നതിലൂടെ ഈ ലോകത്തിന് നൽകുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ കൊയറങ്ങങ്ങൾ പാടുന്ന ഓരോ ഗാനങ്ങളും, ഇടയ്ക്കിടയ്ക്ക് നാം ശ്രദ്ധിക്കുന്ന വചനവും, നമുക്ക് ലഭിക്കുന്നതായ സന്ദേശവും ഒക്കെ ആ ഒരു വലിയ ദർശനത്തിലേക്ക് വഴി കാണിക്കുവാൻ ഇടയായിത്തീരണം. ആട്ടിടയന്മാരോടും വിദ്വാൻമാരോടും ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുമ്പോൾ, നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും എന്നുള്ളതാണ്. ദൈവം ഒരു ശിശുവായി ജനിച്ചു എന്ന് പറയുന്നതിലൂടെ ഒരാരംഭം എല്ലാറ്റിനും ഉണ്ടാകണം. ഓരോ ദിവസവും ഓരോ ക്രിസ്മസും നമ്മളുടെ ജീവിതത്തെ മഹത്വകരമായ പദവിയിലേക്ക്, ദർശനത്തിലേക്ക് നയിക്കുന്ന ആരംഭമായി തീരുവാൻ നമ്മെ തന്നെ പരിമിതപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവിടെ വെളിപ്പെടുത്തുവാൻ ഇടയാകുന്നത്. വലിയവനായ ദൈവം കീറ്റുശീലയ്ക്കുള്ളിൽ പൊതിയപ്പെടുന്നു. ലാളിത്യത്തിൻ്റെയും എളിമയുടെയും സ്വഭാവം തന്നിൽ തന്നെ സ്വീകരിക്കുവാനുള്ള തൻ്റെ ഒരു സമർപ്പണത്തിൻ്റെ അടയാളമാണ്. ആർക്ക് എവിടെ നിന്ന് വന്നിരുന്നാലും നിഗ്രഹിക്കുന്നതിനോ നമസ്കരിക്കുന്നതിനോ ഏത് വിധത്തിലും കർത്താവിനെ ഉൾക്കൊള്ളുന്നതിനോ കഴിയും. കാരണം ചുറ്റുവട്ടങ്ങൾ മുഴുവനും തുറസായി കിടക്കുന്ന കാലിത്തൊഴുത്ത് നിഗ്രഹത്തിനായോ ഹെരോദാവിനെ പോലെ ആ വലിയ തിന്മശക്തികളുടെ സ്വാധീനത്തിൽ, ആ ഒരു സ്വാധീന വലയത്തിൽ കർത്താവിനെ ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ആട്ടിടയന്മാർ, വിദ്വാൻമാർ തങ്ങളുടെ ജീവിതത്തിൻ്റെ സമർപ്പണം എന്ന വണ്ണം വന്ന് മുഴങ്കാലുകളെ മടക്കുകയും കരങ്ങളെ കൂപ്പുകയും തലകളെ വണക്കുകയും തങ്ങൾക്കുള്ള സാധ്യതകളെ അർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി അർപ്പിക്കുന്നതിനുള്ള ഒരു വേദി കൂടെയാണ്. അതുകൊണ്ട് ആ ഒരു വലിയ ദർശനമായി, ആ വലിയ എരിവും തീഷ്ണതയും നൽകുന്ന കാലങ്ങളായി നമുക്കൊരുങ്ങാം. ആ സാധ്യതകൾക്കായി സ്വയം വിധേയപ്പെടുത്തിയ സത്യാന്വേഷികളുടെയും നല്ല സമർപ്പിതരായ ആളുകളുടെയും എല്ലാ ജീവിതാനുഭവങ്ങളും നമുക്ക് ഉൾക്കൊള്ളാം. ഓരോ ഗാനങ്ങളിലും അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും തുടർന്നും അവർക്കും നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയെങ്കിൽ ഈ കൊയറങ്ങങ്ങൾ പാടുന്നതായ സന്ദർഭത്തിൽ അവരുടെ സമർപ്പണത്തെയും ഇടവകയായി, സഭയായി ദൈവം മാനിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസും പുതുവർഷാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകമെമ്പാടും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ നാളുകളിൽ ദുബായ് മാർത്തോമ ഇടവകയുടെ സന്തോഷനിർഭരമായ ക്രിസ്മസ് ആശംസകൾ ഏവർക്കും ഞങ്ങൾ അറിയിക്കുന്നു. ഒരു രക്ഷകൻ്റെ വരവ് കാത്തിരുന്നത് ഈ സമൂഹത്തിൽ വേദനയും ദുഃഖവും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ
വളരെ പ്രതീക്ഷയോടെയാണ്. കർത്താവിൻ്റെ വരവിങ്കൽ സമൂഹത്തിൽ ഉന്നതന്മാരായ കുറേ ആളുകളുണ്ടായിരുന്നു. ന്യായശാസ്ത്രിമാർ, പ്രമാണിമാർ, ഗലീലയിലെ വൻ വ്യവസായികൾ, റബ്ബിമാർ. അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു മശിഹ പോലെയല്ല യേശുക്രിസ്തുവിൻ്റെ വരവ് സംഭവിച്ചത്. എന്നാൽ ഒരു മശിഹായുടെ വരവിന് വേണ്ടി കാത്തിരുന്ന ഒരു കൂട്ടം ആളുകൾ, അവർ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളതായ ആളുകളായിരുന്നു. ആട്ടിടയന്മാർ, രോഗികൾ, അംഗഹീനർ, മുടന്തർ, അങ്ങനെ ഓരോ ദിനവും വേദനയിലും പ്രയാസത്തിലുമൊക്കെ കഴിഞ്ഞുകൂടുന്നതായ ആളുകൾ. അവർക്ക് ആശ്വാസമായി, അവർക്ക് അവരുടെ ജീവിതത്തിന് പ്രത്യാശയായി ഒരു മെസ്സിഹായുടെ വരവ് സംഭവിക്കും എന്നുള്ളത് അവർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ്. അതുകൊണ്ട് കാലം കൊതിച്ച ഒരു പൊൻതാരകമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ വരവ് ഈ ലോകത്തിന് ഒരു പ്രത്യാശയുടെ സന്ദേശമാണ്. യേശുക്രിസ്തുവിൻ്റെ വരവ് ഈ ലോകത്തിന് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്ന് സമാധാനത്തിൻ്റെ ഒരു വലിയ ദൂത് ഈ ക്രിസ്മസ് നമ്മോട് പ്രഘോഷിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വരവിങ്കിൽ ദൂതന്മാർ പാടി, ഇത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ്. അതുകൊണ്ട് ക്രിസ്മസ് ഒരു വിഭാഗത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ അല്ല, മറിച്ച് ക്രിസ്മസ് എല്ലാവരുടെയും സന്തോഷമാണ്. ക്രിസ്മസ് എല്ലാവരുടെയും പ്രത്യാശയാണ്. ക്രിസ്മസ് എല്ലാവരുടെയും പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിലാണ്, ആ ഒരു പ്രത്യാശയിലാണ് അന്യോന്യം നാം സ്നേഹിക്കുന്നതും യേശുക്രിസ്തുവിനെ നാം സ്വീകരിക്കേണ്ടതും. അതുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് ഒരു പുതിയ പ്രത്യാശയുടെ അനുഭവമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബേത്ലഹേമിലെ കാലിത്തൊഴുത്ത് ഈ ലോകത്തിന് നൽകുന്ന വലിയ സന്ദേശം അതാണ്. കാലിത്തൊഴുത്ത് മുതൽ കാൽവറി വരെയുള്ള യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഈ ലോകത്തിന് നൽകിയ ഒരു പ്രത്യാശയുടെ സന്ദേശമുണ്ട്. ആ പ്രത്യാശ ഓരോ നാളും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അത് ക്രിസ്മസിൽ പരസ്പരം പങ്കിടുവാനും ആശ്വാസമായി തീരുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദുബൈ മാർത്തോമ ഇടവകയുടെ ഗായകസംഘം ഒരുക്കുന്ന ഈ ക്രിസ്മസ് സംഗീത വിരുന്നിൽ എല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്തുമസും പുതുവത്സരവും ഞാൻ ആശംസിക്കുന്നു. ദേവകുമാരനാം യേശു
സ്തുതിയോടെ ഓടി ഓടി വന്നു. താരകജാലം പുഞ്ചിരി തൂകി കരുനിറ ആനന്ദ നൃത്തമാടി സർവജഗത്തിനധിപതി താനുമി മധ്യത്തിൽ അവതരിച്ച സന്തോഷ സുദിനമിതാ. സന്തോഷ സുദിനമിതാ. പീഡിതക്കാലംബമാകാ ഈ നല്ല ഇടയനെ എന്തെന്നും പിന്തുടരാം. സ്നേഹത്തിൻ വാഹകരായി തീരാ നമ്മൾ, സ്നേഹത്തിൻ വാഹകരായി തീരാ. താരകജാലം പുഞ്ചിരി തൂകി കരുനിറ ആനന്ദ നൃത്തമാടി സർവജഗത്തിനധിപതി താനുമി മധ്യത്തിൽ അവതരിച്ച സന്തോഷ സുദിനമിതാ. സന്തോഷ സുദിനമിതാ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യേശുക്രിസ്തുവിൻ്റെ വരവ് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. ഇന്ന് ലോകത്തിൽ അനേക കുഞ്ഞുങ്ങൾ ഒരിറ്റ് സ്നേഹത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ജീവിതത്തിൻ്റെ കാഠിന്യമേറിയ പ്രതിസന്ധികളിൽ വാടി വീഴുന്നതായ ബാല്യങ്ങളുണ്ട്. സ്നേഹം ലഭിക്കാതെ, സമാധാനം എന്തെന്നറിയാതെ, സന്തോഷമുള്ള ജീവിതം എന്തെന്ന് മനസ്സിലാക്കാതെ അനേക ബാല്യ കൗമാര ജീവിതങ്ങൾ ദുഃഖത്തിലും അതുപോലെ തന്നെ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലും തീവ്രമായ വേദനയിലും ഒക്കെ ആയി കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വരവ് ഒരു പുതിയ പ്രതീക്ഷയും പുതിയ ഉണർവും പകരുന്നതാണ്. ഒരു കുരുന്നു പൈതലായി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിലൂടെ അനേക കുഞ്ഞുങ്ങളെ തന്നോട് ചേർക്കുകയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ദൂത് അവർക്ക് നൽകുകയും ചെയ്തു. യേശുക്രിസ്തു ഒരു കുഞ്ഞു പൈതലായി ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ വരുന്നതിലൂടെ, ആഗതനായിത്തീരുന്നതിലൂടെ ഈ ലോകത്തിന്, പ്രത്യേകിച്ച് ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു പുതിയ പ്രതീക്ഷയും സമാധാനത്തിൻ്റെ അനുഭവവും അന്യോന്യം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവവും നൽകുന്നതാണ്. ആ സന്തോഷം പങ്കിടുവാനായി നമുക്ക് ഒരുമിച്ച് പാടാം. ശാന്തമാവിലാവിൽ പൊന്നുണ്ണി നിന്നെ
മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യനായി അവതരിച്ചതിൻ്റെ ജന്മദിന തിരുനാളാകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ദുബായ് സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ നിന്നും നിങ്ങൾക്ക് എല്ലാ പ്രാർത്ഥനകളും നേരുകയാണ്. സന്തോഷത്തിൻ്റെ സദ്വാർത്തയുടെ ദിവ്യ പൈതലിൻ്റെ പിറവി നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി പിതാവായ ദൈവം കാത്തിരിക്കുന്ന നിമിഷമാണല്ലോ. നഷ്ടപ്പെട്ട വരപ്രസാദ ജീവൻ, പർദീസ ജീവൻ വീണ്ടും നൽകുവാൻ, മനുഷ്യമക്കൾക്ക് വേണ്ടി തങ്ങളോടൊത്തായിരിക്കുവാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് മനുഷ്യനായി അവതരിച്ചതിൻ്റെ സദ്വാർത്ത ഇതാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ഈശോ വന്നിരിക്കുന്നത് നമുക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമാണല്ലോ. സന്മനസ്സുള്ള എല്ലാ മനുഷ്യഹൃദയങ്ങൾക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് ഇതാ നമുക്കായി രക്ഷകൻ പിറന്നിരിക്കുന്നു. നമ്മളെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന രക്ഷകൻ, നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന രക്ഷകൻ, ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിൽ നിന്നുകൊണ്ടും നമ്മുടെ ജീവിതത്തിനെ ശുഭാപ്തിയിലേക്ക് സഫലമാക്കുന്ന നമ്മുടെ രക്ഷകൻ്റെ ജന്മദിനമാണല്ലോ. എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ നേരുകയാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആദ്യമായി ക്രിസ്മസ് ആഘോഷിച്ചത് പുൽക്കൂട് ഉണ്ടാക്കി ഫ്രാൻസിസ് ആണല്ലോ. ആ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ആഴങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കാം. ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ വാർത്തയായാണ് രണ്ടാം ക്രിസ്തുവായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഈ ക്രിസ്മസ് ആഘോഷത്തെ കണ്ടത്. അതുകൊണ്ടാണ് മാർപ്പാപ്പായ്ക്ക് ഫ്രാൻസിസ് അസീസി കത്തയച്ചത്. ലോകം മുഴുവനുമുള്ള എല്ലാ ദേവാലയങ്ങളിലും യേശുവിൻ്റെ മനുഷ്യാവതാരം വിളംബരം ചെയ്യണം. അതിൻ്റെ തുടർന്നുള്ള വികസന രൂപമാണല്ലോ നമ്മുടേതായ പള്ളികളിൽ മണിയടിക്കുന്നതും ത്രികാല ജപം ചെല്ലുന്നതുമൊക്കെ. ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നുള്ളത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ളത് എത്രയോ സ്നേഹത്തിൻ്റെ ഒരു വലിയ അനുഭവമാണ്. അത് നമുക്ക് എത്രയോ സൗഖ്യമാണ് നൽകുന്നത്. ശാലോമിൻ്റെ പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും ക്രിസ്തുനാഥൻ്റെ തിരുപ്പിറവിയുടെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുൽക്കൂട്ടിൽ പിറന്ന യേശുവിൻ്റെ ചൈതന്യം എന്നെയും നിങ്ങളെയും നയിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purapada.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.